Welcome back. Today we are going to discuss about types of motivation. There are two types of motivation, intrinsic and extrinsic motivation. What is intrinsic motivation? It is a motivation to engage in a behavior arises from within the individual because it is naturally satisfying to that individual. ഇറ്റ് ഈസ് എ മോട്ടിവേഷൻ വിച്ച് എമർജസ് വിത്തിൻ ദ ഇൻഡിവിജ്വൽ. ഒരു വ്യക്തിയിൽ തന്നെ ഉണ്ടാകുന്ന നാച്ചുറലി അയാൾക്കുണ്ടാകുന്ന മോട്ടിവേഷനെയാണ് നമ്മൾ ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇൻട്രിൻസിക് മോട്ടിവേഷൻ ഇറ്റ് ഈസ് എ മോട്ടിവേഷൻ ടു എൻഗേജ് ഇൻ എ ബിഹേവിയർ. ഇറ്റ് ഈസ് എ മോട്ടിവേഷൻ ദാറ്റ് arises from within the individual because it is satisfying to that individual. എന്താണ് ഒരു പെർട്ടിക്കുലർ ബിഹേവിയറിൽ എൻഗേജ് ചെയ്യുന്നതിന് വേണ്ടി ഒരു വ്യക്തിയിൽ തന്നെ ഉണ്ടാകുന്ന ഒരു മോട്ടിവേഷൻ, അതിനെയാണ് നമ്മൾ ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ട് അയാൾ ആ ഒരു പെർട്ടിക്കുലർ ബിഹേവിയറിൽ എൻഗേജ് ചെയ്യുന്നു? ബിക്കോസ് ഇറ്റ് ഈസ് സാറ്റിസ്ഫൈയിങ് ടു ദാറ്റ് ഇൻഡിവിജ്വൽ. ആ ഒരു ബിഹേവിയർ എന്ന് പറയുന്നത് ആ ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചിടത്തോളം സാറ്റിസ്ഫൈയിങ് ആണ്. അപ്പം അത്തരത്തിലുള്ള സാറ്റിസ്ഫാക്ഷൻ മാത്രം എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് ഒരു വ്യക്തിയിൽ തന്നെ ഉണ്ടാകുന്ന എമേർജ് ചെയ്യുന്ന മോട്ടിവേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എമേർജസ് വിത്തിൻ ദ ഇൻഡിവിജ്വൽ ആൻഡ് ഇറ്റ് ഈസ് ലിങ്ക്ഡ് വിത്ത് ദ natural instinct, urge, impulses of the organism. അതെങ്ങനെ? ഇറ്റ് ഈസ് എമർജസ് വിത്തിൻ ദ ഇൻഡിവിജ്വൽ, ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്നതാണ്. ആൻഡ് ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് ദ നാച്ചുറൽ ഇൻസ്റ്റിങ്സ്. നമ്മുടെ നാച്ചുറൽ ഇൻസ്റ്റിങ്സുമായും അതുപോലെ തന്നെ ഇമ്പൾസസുമായും നമ്മുടെ ഏർജുമായും അത് കണക്റ്റഡ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് an act of doing something without expecting an external reward. എന്താണ്? ഒരു എക്സ്റ്റേണൽ റിവാർഡ് എക്സ്പെക്റ്റ് ചെയ്യാതെ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ഇൻട്രിൻസിക്കലി മോട്ടിവേറ്റഡ് ആണ്. എന്തുകൊണ്ടാണ് ഒരു വ്യക്തി, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു വ്യക്തി ഇൻട്രിൻസിക്കലി മോട്ടിവേറ്റഡ് ആവുന്നത്? ബിക്കോസ് ഇറ്റ് ഈസ് എൻജോയബിൾ ആൻഡ് ഇൻട്രസ്റ്റിംഗ് ടു ദാറ്റ് ഇൻഡിവിജ്വൽ. ദ പെർട്ടിക്കുലർ ആക്ഷൻ ഈസ് എൻജോയബിൾ ആൻഡ് ഇൻട്രസ്റ്റിംഗ് ടു ദാറ്റ് ഇൻഡിവിജ്വൽ. ഒരു അയാൾ എൻഗേജ് ചെയ്യുന്ന ആ ഒരു ആക്ഷൻ അല്ലെങ്കിൽ അയാളുടെ ബിഹേവിയർ എന്ന് പറയുന്നത് അയാൾക്ക് എൻജോയബിൾ ആയിരിക്കും, അതുപോലെ അയാൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ ആ ഒരു എൻജോയബിൾ ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആയതുകൊണ്ട് മാത്രമായിരിക്കും ആ വ്യക്തി ആ ഒരു പെർട്ടിക്കുലർ ബിഹേവിയറിൽ എൻഗേജ് ചെയ്യുന്നത്. ആൻഡ് ഹി ഡസ് നോട്ട് എക്സ്പെക്റ്റ് എനി ഇൻസെൻറ്റീവ്സ് ഓർ റിവാർഡ് സംതിങ് എൽസ് ഫ്രം ദി എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ്. അയാൾ ഒരിക്കലും ഒരു റിവാർഡോ അല്ലെങ്കിൽ ഒരു ഇൻസെൻറ്റീവോ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ നിന്ന് ലഭിക്കുമെന്ന് വിചാരിച്ചിട്ടായിരിക്കില്ല ഒരു പെർട്ടിക്കുലർ ആക്ഷൻ ചെയ്യുന്നത്. അത്തരത്തിലുള്ള മോട്ടിവേഷനെയാണ്, അത്തരത്തിൽ മോട്ടിവേറ്റഡ് ആകുന്നതിനെയാണ് നമ്മൾ ഇൻട്രിൻസിക്കലി മോട്ടിവേറ്റഡ് അല്ലെങ്കിൽ ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഇൻട്രിൻസിക് മോട്ടിവേഷന് കുറച്ച് എക്സാമ്പിൾസ് ആണ്. പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ സ്പോർട്സ് ബിക്കോസ് ഇറ്റ് ഈസ് ഫൺ ആൻഡ് എൻജോയ് റാദർ ദാൻ ഡൂയിങ് ടു വിൻ ആൻഡ് അവാർഡ്. ഒരു അവാർഡ് ലഭിക്കുന്നതിന് വേണ്ടി നമ്മളൊരു സ്പോർട്സിൽ പങ്കെടുക്കുക, അതായത് എൻ്റെ ഒരു എൻജോയ്മെൻ്റായി കണക്കാക്കിക്കൊണ്ട് സ്പോർട്സിൽ പങ്കെടുക്കുന്നത്. അതുപോലെ ലേണിംഗ് ന്യൂ ലാംഗ്വേജ് ബിക്കോസ് യു ലൈക്ക് ടു എക്സ്പീരിയൻസ് ന്യൂ തിങ്സ്, നോട്ട് ബിക്കോസ് ഓഫ് യുവർ ജോബ് റിക്വയർഡ് ഇറ്റ്. സ്പെൻഡിങ് ടൈം വിത്ത് സമ്മൺ ബിക്കോസ് യു എൻജോയ് ദെയർ കമ്പനി ആൻഡ് നോട്ട് ബിക്കോസ് ദേ ക്യാൻ ഫർദർ യുവർ സോഷ്യൽ സ്റ്റാൻഡിങ്. അത്തരത്തിലുള്ള ആക്ടിവിറ്റികളിലൊക്കെയാണ് ഒരു വ്യക്തി എൻഗേജ് ചെയ്തെങ്കിൽ അത് ഇൻട്രിൻസിക്കലി മോട്ടിവേറ്റഡ് ആയതുകൊണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ, ദ ഫാക്ടേഴ്സ് ദാറ്റ് പ്രൊമോട്ട് ഇൻട്രിൻസിക് മോട്ടിവേഷൻ. ഇൻട്രിൻസിക് മോട്ടിവേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദ ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷൻ. അല്ലേ, ഒരു വ്യക്തിയുടെ പഠനം നല്ല രീതിയിൽ കഴിയണമെങ്കിൽ, അല്ലെങ്കിൽ നല്ല രീതിയിൽ ആ ഒരു നമ്മൾ ലേണിംഗ് കേർവിൽ കാണുന്ന നമുക്കൊരു സ്ട്രൈറ്റ് ലൈൻ കേർവൊക്കെ കിട്ടണമെന്നെങ്കിൽ ആ ഒരു വ്യക്തി ഇൻട്രിൻസിക്കലി മോട്ടിവേറ്റഡ് ആവണം.
അപ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സാണ് അത്തരത്തിലുള്ള ഇൻട്രിൻസിക് മോട്ടിവേഷൻ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്? അതിൽ ഫസ്റ്റ് ഫാക്ടർ ഈസ് ക്യൂരിയോസിറ്റി. ക്യൂരിയോസിറ്റി pushes to explore and learn for the sole pleasure of learning and mastery. അങ്ങനെ ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ ലേണിംഗ് നടത്തുന്നത് അല്ലെങ്കിൽ നമ്മൾ എഡ്യൂക്കേഷൻ എക്സ്പ്ലോർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഫോർ ദ സോൾ പ്ലഷർ ഓഫ് ലേണിംഗ് ആൻഡ് മാസ്റ്ററി. നമുക്ക് ലേണിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ അതിൽ മാസ്റ്ററി നേടുന്നതിന് വേണ്ടി മാത്രമായിരിക്കും നമ്മൾ ആ ഒരു ലേണിംഗ് ആക്ടിവിറ്റിയിൽ എൻഗേജ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ ക്യൂരിയോസിറ്റി ഉള്ളതായിരിക്കണം ലേണിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് ഫാക്ടർ ഈസ് ചാലഞ്ച്. ബീയിങ് ചാലഞ്ച് help us to work a continuously optimal level work towards the meaningful goals. നമ്മൾ ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു ടാസ്ക്കാണ് ചെയ്യിച്ചെങ്കിൽ നമ്മൾക്കൊരു ഒപ്റ്റിമൽ ലെവലിൽ നമ്മുടെ ഗോളിലേക്ക് എത്തുന്നവരെ വർക്ക് ചെയ്ത് പോകാൻ പറ്റും അല്ലേ? അപ്പോൾ ചാലഞ്ചിങ് ആയിട്ടുള്ള ടാസ്കുകളായിരിക്കും. അപ്പോൾ അതും എന്തിനെ പ്രൊമോട്ട് ചെയ്യും? ഇൻട്രിൻസിക് മോട്ടിവേഷനെ പ്രൊമോട്ട് ചെയ്യും. ആൻഡ് കൺട്രോൾ. ദിസ് കംസ് ഫ്രം ദ ബേസിക് ഡിസൈർ ടു കൺട്രോൾ വാട്ട് ഹാപ്പൻസ് and makes decisions that affect the outcomes. The next one is recognition. We have an innate need to be appreciated and satisfaction when our efforts are recognized and appreciated by others. പിന്നെ എപ്പോഴാണ് നമ്മൾ ഇൻട്രിൻസിക്കലി മോട്ടിവേറ്റഡ് ആണ്? വി ആർ അപ്രീഷിയേറ്റഡ് ബൈ അതേഴ്സ് അല്ലേ? If we get appreciation for our hard work, it will create intrinsic motivation. അതുപോലെ തന്നെ മറ്റുള്ളവർ നമ്മളെ അംഗീകരിക്കുന്നുണ്ട് എന്നറിയുന്ന സമയത്ത് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യുകയും നമ്മുടെ എഫേർട്സ് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട് എന്നറിയുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ മറ്റുള്ളവർ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നറിയുന്ന സമയത്ത് നമുക്ക് ഇൻട്രിൻസിക്കലി നമ്മൾ മോട്ടിവേറ്റഡ് ആവാനും നമ്മുടെ ലേണിംഗ് പ്രോസസ്സ് ആ ഒരു സ്ട്രൈറ്റ് ആൻഡ് കർവിൻ്റെ രൂപത്തിൽ കൊണ്ടുപോകാനും നമ്മൾക്ക് കഴിയും. റെക്കഗ്നീഷൻ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ആൻഡ് ദ അതർ ഫാക്ടർ വിച്ച് പ്രൊമോട്ട് ഇൻട്രിൻസിക് മോട്ടിവേഷൻ ഈസ് കോപ്പറേഷൻ. കോപ്പറേറ്റിംഗ് വിത്ത് അതേഴ്സ് സാറ്റിസ്ഫൈ അവർ നീഡ് ഫോർ ബിലോങ്ങിങ്നെസ്. At the same time, we feel a personal satisfaction when we help others and work together for a common goal. It also promotes our intrinsic motivation. Next one, competition. Competition poses challenge and increases the importance of doing a task well. അത്തരത്തിലൊരു കോമ്പറ്റീഷൻ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും നമ്മൾ നല്ല രീതിയിൽ ചെയ്യണം എന്നുള്ള ഒരു ഇൻറ്റൻഷൻ നമ്മൾക്ക് വരികയും സോ ഇൻട്രിൻസിക്കലി മോട്ടിവേറ്റഡ് ആവുകയും ചെയ്യും. Okay, then next one, fantasy. It involves using mental or virtual images to stimulate your behavior. നമ്മൾ ചില ഗെയിമുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഒരു പെർട്ടിക്കുലർ സ്റ്റേജ് ഓവർകം ചെയ്യണമെങ്കിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടി വരും അല്ലേ? അപ്പോൾ അത്തരത്തിൽ ഒരു കാര്യം നമ്മൾക്ക് ചെയ്യേണ്ടി വരുമ്പോൾ അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി മോട്ടിവേറ്റഡ്, ഇൻട്രിൻസിക്കലി മോട്ടിവേറ്റഡ്. കാരണം നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ആ ക്വസ്റ്റ്യൻ ആൻസർ കണ്ടെത്തണം അല്ലേ? അപ്പോൾ അങ്ങനെ നമ്മൾ ഇൻട്രിൻസിക്കലി മോട്ടിവേറ്റഡ് ആയി ആ ആൻസർ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കും. ഓക്കെ, ഇത്രയാണ് ഇൻട്രിൻസിക് മോട്ടിവേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. നെക്സ്റ്റ് വൺ നമ്മൾ എക്സ്ട്രിൻസിക് മോട്ടിവേഷനാണ്, അത് അടുത്ത വീഡിയോയിൽ നോക്കാം. ഓക്കെ.